അമ്മ എന്താ ഇവിടെ പരിപാടി? മുക്കുറ്റി പറിക്കുക കിട്ടിയേ. എന്താണ് മുക്കുറ്റി? ആ, ഇതിൻ്റെ ചാന്ത് തൊടും ഈ കർക്കിടക മാസത്തിൽ. ഇവിടെ അമ്മ മുക്കുറ്റി പറിക്കുകയാണ്. ഇപ്പൊ കർക്കിടക മാസം തുടങ്ങിയപ്പോഴുള്ള പരിപാടിയാണ് നമ്മുടെ. ഇന്നാണ് ഇപ്പൊ ഞാനൊന്ന് വീഡിയോ എടുക്കണം കേട്ടോ. ഞാൻ ദിവസേന ചെയ്യാറുണ്ടല്ലോ അത്. വൃത്തിയാക്കിയിട്ട് വേണം. ഇപ്പൊക്കെ എല്ലാത്തിലും ഇതല്ലേ. തുളസിയുമ്പിൽ വരെ ഇത് വരുന്ന കാലം. അപ്പം അതിനൊക്കെ വൃത്തിയാക്കി കഴുകിയിട്ട് ഇതിങ്ങനെ കഴുകി വൃത്തിയാക്കി ഗണോദ്യമത്തിനൊക്കെ കൊടുക്കും. പന്ത്രണ്ട് മുക്കുറ്റി വേണം. 12 ദിവസം ഗണോദ്യമത്തിന് ഈശ്വര സേവ പിടിച്ചങ്ങിട്ട് പോലെ കയ്യില് ഇങ്ങനെ ഇട്ടിട്ട് അരച്ചാൽ മതി. ഇതാകണ്ട. ഇങ്ങനെ കയ്യിൽ അരക്കണം അല്ലമ്മ? ഇങ്ങനെ കയ്യിൽ അരച്ചാൽ അത് കിട്ടേ, ചാന്ത് കിട്ടും ശരിക്കും. ഈ മുക്കുറ്റി ഇങ്ങനെ തേച്ച എന്താ അതിന്റെ ഗുണങ്ങൾ എന്താ അമ്മ പറഞ്ഞല്ലേ? അത് ഈ നാഡീ ഞരമ്പിനെയൊക്കെ ഇതാക്കാനുള്ളതാ. എന്താ പറയാ, ഉത്തേജിപ്പിക്കാൻ. അല്ല, ഉണർവിന്. ക്ഷീണിച്ചിട്ട് ഇരിക്കണ ഇതിങ്ങനെ പിഴിഞ്ഞാൽ കിട്ടും. ഇതാ കണ്ട. ഇനി അതിനെ എടുക്കുക, പൂരിച്ചിട്ട് പോകാം. ഈ 2 പുരികത്തിൻ്റെ നടുക്കിലാണ് അത്ര അതിൻ്റെ സ്ഥാനം. ആ 2 പുരികത്തിൻ്റെ നടുക്കിൽ അങ്ങനെ തൊടുക. ശിവപാർവതിമാരെ വിചാരിച്ചിട്ട് തുറന്നു. ശിവപാർവതിമാരെ വിചാരിച്ചിട്ട് തൊടുക. ശിവപാർവതിമാരെ വിചാരിച്ച് തൊടുകയെന്നൊക്കെ ഒരു മിത്തോളജിയാണ്. പക്ഷെ ഇതിന്റെ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാഡീഞരമ്പുകൾക്ക് ഉണർവ്, അതിനുള്ള സ്ഥാനമാണ് അല്ലേ. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മളതിൽ മിത്തോളജിയും കൂടെ കൂട്ടുമ്പോൾ ശിവപാർവതിമാരെ സ്മരിച്ച് ചെയ്യാന്ന് പറയും. ഇത് അമ്പലങ്ങളിൽ ഇതൊക്കെ ഗണപതിക്കാണ് ഇത് പ്രധാനം. കർക്കിടക മാസത്തിൽ ഇത് 12 എണ്ണമാണ് ഇതിൻ്റെ എണ്ണം. അത്ര എന്തിനാണ്? ഗണപതി ഹോമത്തിന്. ഈ വേരോട് കൂടിയിട്ട് പൊറിക്കണം, എന്നിട്ട് വൃത്തിയാക്കിയിട്ട് ഗണപതി ഹോമത്തിന് വേണം ഇത് കർക്കിടക മാസത്തിൽ. ഇതൊക്കെ അവിടെ ഞാൻ കണ്ടിട്ടുള്ളതാണ്.